ലൈംഗിക ചുവയോടെ തുറിച്ചു നോക്കി എന്ന 21-കാരിയുടെ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസ്. കൊല്ലം ചടയമംഗലം പോലീസാണ് ഡിഗ്രി വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കേസെടുത്തത്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു വിദ്യാർത്ഥിനി. ലൈംഗിക ചുവയോടെയുള്ള തുറിച്ചു നോട്ടത്തിന് കേസെടുത്ത പോലീസ് ഇരുവരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ. ഏതായാലും തുറിച്ചു നോട്ടത്തിന് കേസെടുത്തത് വളരെ നല്ലൊരു കാര്യമായി എനിക്കും തോന്നുന്നു. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്തരം തുറിച്ചു നോട്ടങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ റിട്ടയർഡ് DGP ഋഷ സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കി എന്നുള്ള പരാതി അവർ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന് കേസെടുക്കാനാക്കും. കേരള പോലീസ് ആക്ടിൽ അതിന് നിയമമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്തൊക്കെ തന്നെ നമ്മൾ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു, അത് ട്രോളാവുകയൊക്കെ തന്നെ ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ചടയമംഗലത്ത് ഉണ്ടായിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു 21-കാരിയായിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥിനി. അതിൽ 2 പേർ പുരുഷന്മാരായിട്ടുള്ള 2 പേരും മദ്യലഹരിയിലായിരുന്നു. ആ കുട്ടിയെ ലൈംഗിക ചുവയോടുകൂടി അവർ നോക്കിയെന്നുള്ളതാണ് പരാതി. അതിൽ പരാതി ആദ്യം കണ്ടക്ടറോടാണ് പറഞ്ഞത്. പക്ഷേ കണ്ടക്ടർ പറഞ്ഞു അത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണല്ലോ, സ്ഥലത്ത് പോലീസിനെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞു. എന്നാൽ ആ പെൺകുട്ടി ചെയ്തത് അവിടെ അവർ ഇറങ്ങി, മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ ഇറങ്ങി നേരെ മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി CIക്ക് മുന്നിൽ പരാതി നൽകുകയായിരുന്നു. രേഖാമൂലം തന്നെ പരാതി നൽകി. അവർ പറഞ്ഞത് തന്നെ ഇവർ ലൈംഗിക ചുവയോട് നോക്കി, പക്ഷേ തന്നെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുകയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല. ലൈംഗിക ചുവയോട് കൂടി നോക്കുക മാത്രമാണ് ചെയ്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. കാര്യം ആ പരാതിയിൽ ഈ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു. ഉടൻ തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 10,000 രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് ഇരുവരും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയെന്നുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി തുറിച്ചു നോക്കിയെന്നുള്ള പരാതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് ആക്ടിലെ 119-ാം വകുപ്പ് പ്രകാരം 10,000 രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് തന്നെ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. അതിനുശേഷമാണ് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ആ പെൺകുട്ടിക്ക് തോന്നിയ ഒരു കാര്യം, അവരുടെ യാത്രയ്ക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ മറ്റൊരാളുടെ നോട്ടത്തിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ അത് പരാതി കൊടുക്കാനുള്ള ഒരു നടപടിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിയമം കേരള പോലീസിൻ്റെ ആക്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. എനിക്ക് തോന്നുന്നത്, ഞാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ നൽകിയ ആദ്യത്തെ പരാതിയായിരിക്കാം ചടയമംഗലത്തേതെന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരിയാണ്, ഇത്തരത്തിൽ നൽകിയ ആദ്യ പരാതി തന്നെ ആയിരിക്കണം ഇത്. കാരണം ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടില്ല, ട്രോളുകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്.